ഒരുപാട് മതേതരത്വ കാഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് ഈ കലാപത്തിൻ്റെ സമയത്ത്. ആ മതേതരത്വ കാഴ്ചകൾ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കും ഹൈന്ദവർക്കും ഒരു പുതിയ ഉണർവാണ് നൽകുന്നുള്ളത്. അത് വല്ലാത്തൊരു മതേതരത്വ കാഴ്ചകളാണ്. കലാപത്തിലൂടെ ഇന്ത്യ രാജ്യത്തിൻ്റെ മതേതരത്വം ഇല്ലാതാക്കാൻ ശ്രമിച്ച സംഘപരിവാറിന് വലിയ തിരിച്ചടിയാണ് രാജ്യത്തെ ഹൈന്ദവർ നൽകിയിട്ടുള്ളത്. ഹിന്ദുവിൻ്റെ പേര് പറഞ്ഞ് കലാപം അഴിച്ചുവിടുന്ന ഈ രാജ്യദ്രോഹികൾക്ക് ഹൈന്ദവർ നൽകിയ മറുപടിയാണ് ഏറ്റവും നല്ല രസകരം. അതായത് ഡൽഹിയിൽ കലാപകാരികൾ കത്തിച്ചു കളഞ്ഞ ഒരു ആരാധനാലയമുണ്ട് ഡൽഹിയിൽ, വടക്ക് കിഴക്കൻ മേഖലയിൽ. ആ ആരാധനാലയം എന്ന് പറയുന്നത് പരിപൂർണമായിട്ടും അത് കത്തി നശിച്ചു പോയിട്ടുണ്ട്. അതിനകത്ത് നിസ്കരിക്കാൻ സാധ്യമല്ല. കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവസം ജുമാ നമസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് ആളുകൾ പള്ളിയിലേക്ക് എത്തിയപ്പോൾ പള്ളിയിൽ നിസ്കരിക്കാനുള്ള സൗകര്യമില്ല. പള്ളിയുടെ പ്രദേശമാണെങ്കിൽ കലാപകാരികൾ കയ്യേറിയിരിക്കുകയാണ്. എല്ലായിടത്തും കലാപകാരികളുടെ ഒരു നോട്ടമുണ്ട്. ആരാധനാലയത്തിന് ചുറ്റും ആരാണ് തടിച്ചുകൂടിയിട്ടുള്ളത് എന്ന് നോക്കാൻ കലാപകാരികൾ പ്രത്യേകമായി ശ്രദ്ധിക്കുന്നുള്ള സമയം. ആ സമയത്ത് അവിടെ ജുമാ നമസ്കാരത്തിന് എത്തിയ മുസ്ലിം മതവിശ്വാസികൾക്ക് ജുമാ നമസ്കരിക്കേണ്ടതുണ്ട്. അതിനാൽ തന്നെ അവർ എന്തു ചെയ്യുമെന്നറിയാതെ വല്ലാത്തൊരു പരിഭ്രാന്തിയിൽ നിൽക്കുന്ന സമയത്ത് തൊട്ടടുത്തുള്ള നല്ലവരായ ഹൈന്ദവ സഹോദരങ്ങൾ അവർക്കിടയിലേക്ക് വരുന്നു. അവർ പറയുന്നു, നിങ്ങൾ ജുമ നമസ്കരിക്കാനല്ലേ വന്നത്? നിങ്ങൾ ജുമ നമസ്കരിക്കാൻ വന്നവരല്ലേ? നിങ്ങൾ നമസ്കരിച്ചുകൊള്ളൂ, നിങ്ങൾ നമസ്കരിച്ചുകൊള്ളൂ, ഞങ്ങളുണ്ട് നിങ്ങൾക്ക് കാവൽ നിൽക്കാൻ. മുസ്ലിം മതവിശ്വാസികൾക്ക് ആർജവത്തിൻ്റെ വാക്കുകൾ സമ്മാനിച്ച ആ ഹൈന്ദവ സമൂഹം അവരെ നമസ്കാരത്തിലേക്ക് തള്ളിവിട്ടു. നമസ്കാരം തുടരുന്ന സമയത്ത് നമ്മൾ കണ്ട കാഴ്ച എന്ന് പറയുന്നത് വളരെ രസകരമാണ്. വല്ലാത്തൊരു ഊർജം തരുന്ന ഒരു കാഴ്ചയാണ്. മുസ്ലിം മതവിശ്വാസികൾ നമസ്കരിക്കുന്നു. ചുറ്റും കൈകൾ കോർത്തു പിടിച്ചുകൊണ്ട് നമ്മുടെ മതേതരത്വ വിശ്വാസികളായ ഹൈന്ദവ സഹോദരങ്ങൾ ആ ജുമ നമസ്കാരം നിസ്കരിക്കുന്ന മുഴുവൻ ആളുകൾക്കും ചുറ്റും ഒരു വലയം പോലെ നിൽക്കുന്ന ചിത്രങ്ങൾ നവമാധ്യമങ്ങളിലൂടെ വലിയ രീതിയിൽ ഷെയർ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിലാകുന്ന ഒരു വലിയ സത്യം എന്ന് പറയുന്നത്, സംഘികൾ കളങ്കം വരുത്താൻ ശ്രമിച്ച ഇന്ത്യയുടെ മതേതരത്വം ഒരു പോറൽ പോലും ഏൽക്കാതെ സുരക്ഷിതമായി ഇന്നും ഇന്ത്യയുടെ മണ്ണിൽ നിൽക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് ആ വലിയ ചിത്രം. തങ്ങളുടെ മുസ്ലിം സഹോദരങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ആരാധന സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യാൻ വരുന്നവർക്ക് നേരെ ഒരു പ്രാവശ്യം വിരൽ ചൂണ്ടി നിൽക്കാനുള്ള ആർജവം കാണിക്കുന്ന നല്ലവരായിട്ടുള്ള ഹൈന്ദവർ ഈ മണ്ണിലുണ്ടാകുമ്പോൾ ഇന്ത്യയുടെ മതേതരത്വത്തിന് ഒരു കോട്ടവും സംഭവിക്കുകയില്ല എന്ന് ആ ചിത്രം വിളിച്ചു പറയുന്നുണ്ട്. ഡൽഹിയിലെ കലാപത്തിനിടയിൽ ഒരുപാട് നിലവിളികൾ കേൾക്കുന്ന സമയത്ത് ഇതുപോലെയുള്ള പുതിയ ശബ്ദങ്ങൾ നമുക്ക് പുതിയ ഊർജം നൽകുകയാണ്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.